ഒരു ചെറിയ ഗ്രാമത്തിലെ മനോഹരമായ വീട്ടിൽ 8 വയസ്സുകാരനായ മാധവനും അവന്റെ അച്ഛനമ്മമാരും താമസിച്ചിരുന്നു. മാധവൻ മറ്റു കുട്ടികളെപ്പോലെയല്ലായിരുന്നു. അവൻ അധികം സംസാരിക്കില്ല, കൂട്ടുകാരോടൊപ്പം കളിക്കാനും മടിയായിരുന്നു. തനിയെ ഇരുന്ന് ഒരേ കളിപ്പാട്ടം തന്നെ മണിക്കൂറുകളോളം കറക്കിക്കൊണ്ടിരിക്കാനാണ് അവന് ഇഷ്ടം. മകന്റെ ഈ മാറ്റങ്ങളിൽ സങ്കടപ്പെട്ടിരുന്ന അച്ഛനമ്മമാർ ആധുനിക വൈദ്യശാസ്ത്രം ഇതിനെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് വിളിക്കുന്നുവെന്ന് അറിഞ്ഞു. ഒടുവിൽ അവർ ഒരു ആയുർവേദ വൈദ്യനെ കാണാൻ തീരുമാനിച്ചു. വൈദ്യർ മാധവനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. അവന്റെ ശാരീരിക പ്രകൃതിയും നിലവിലെ അസ്വസ്ഥതകളും മനസ്സിലാക്കി. പേടിക്കാനൊന്നുമില്ല, വൈദ്യർ പറഞ്ഞു. മാധവന്റെ ശരീരത്തിൽ വാതദോഷത്തിന് ചെറിയൊരു അസന്തുലിതാവസ്ഥയുണ്ട്. ഇത് അവന്റെ നാഡീവ്യൂഹത്തെയും ആശയവിനിമയത്തെയും ബാധിക്കുന്നു. കൂടാതെ അവന്റെ ദഹനശക്തി കുറവായതിനാൽ ശരീരത്തിൽ ആമം അഥവാ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. വൈദ്യർ ചില ലളിതമായ കാര്യങ്ങൾ നിർദ്ദേശിച്ചു. ദഹിക്കാൻ എളുപ്പമുള്ള സാത്വിക ഭക്ഷണങ്ങൾ, സംസ്കരിച്ച ഭക്ഷണങ്ങളും തണുത്ത ആഹാരങ്ങളും ഒഴിവാക്കി നെയ്യും ഇഞ്ചി പോലെയുള്ള ദഹനത്തെ സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളും ചേർത്ത ചൂടുള്ള ഭക്ഷണം. ബുദ്ധിശക്തിയും ഏകാഗ്രതയും കൂട്ടാൻ ബ്രാഹ്മി, അശ്വഗന്ധ, ശംഖുപുഷ്പി തുടങ്ങിയ മേധ്യരസായനങ്ങൾ നൽകി. ദിവസവും വാതത്തെ ശമിപ്പിക്കുന്ന എണ്ണകൾ ഉപയോഗിച്ച് അഭ്യംഗം ചെയ്യാൻ പറഞ്ഞു. ശിരോധാര ചികിത്സയിലൂടെ മാധവന്റെ ഉത്കണ്ഠ കുറയ്ക്കാനും നല്ല ഉറക്കം നൽകാനും സാധിച്ചു. മാധവന്റെ ജീവിതത്തിൽ ഒരു കൃത്യമായ സമയക്രമം കൊണ്ടുവരണം എന്ന് വൈദ്യർ പ്രത്യേകം പറഞ്ഞു. കൃത്യസമയത്തുള്ള ഉറക്കവും ഭക്ഷണവും അവന് സുരക്ഷിതത്വബോധം നൽകി. മാസങ്ങൾ കടന്നുപോയി. ആയുർവേദ ചികിത്സയും മാതാപിതാക്കളുടെ കരുതലും മാധവനിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അവൻ പതിയെ സംസാരിക്കാൻ തുടങ്ങി, അച്ഛന്റെ കണ്ണുകളിൽ നോക്കി ചിരിക്കാൻ പഠിച്ചു. ആധുനിക ചികിത്സകളോടൊപ്പം ആയുർവേദം കൂടി ചേർന്നപ്പോൾ മാധവന്റെ ലോകം കൂടുതൽ മനോഹരമായി മാറി. ഓട്ടിസം ബാധിച്ച കുട്ടികളെ മനസ്സിലാക്കാനും അവരെ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കാനും ആയുർവേദം നൽകുന്ന സമഗ്രമായ കാഴ്ചപ്പാട് വലിയൊരു തുണയാണ്.